ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. സർദാർ വല്ലഭായ് പട്ടേൽ നൽകിയ സംഭാവനകൾക്ക് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കാരം, പ്രകൃതി, സമൂഹം എന്നിവ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഛഠ് ഉത്സവമെന്നും മൻ കി ബാത്തിൽ പരാമർശം. ലോകമെമ്പാടും ഇന്ത്യൻ കാപ്പിയുടെ പ്രചാരം വർദ്ധിച്ചുവരുന്നതായി പ്രധാനമന്ത്രി. കേരളത്തിലെ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമെന്നും നരേന്ദ്രമോദി. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന തേജസ്സുള്ള രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഓരോ പൌരന്മാരും ശ്രമിക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. സംസ്ഥാനത്ത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള അനുപൂരക പോഷക പദ്ധതിക്ക് 93.4 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. ജലനിരപ്പ് ഉയരുന്നതിനാൽ അച്ചൻകോവിൽ നദിയിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ആധിപത്യം തുടരുന്നു. തൃശൂരും പാലക്കാടും 2-3 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്കാരം, പ്രകൃതി, സമൂഹം എന്നിവ തമ്മിലുള്ള അഗാധ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഛഠ് ഉത്സവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഛഠ് പീഠങ്ങളിൽ ഒന്നിക്കുന്നതായി മൻ കി ബാത്തിന്റെ 127ാം പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ഉത്സവകാലത്ത് ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം തദ്ദേശീയ വസ്തുക്കൾ വാങ്ങുന്നത് ഗണ്യമായി വർദ്ധിച്ചതാണെന്നും GST സമ്പാദ്യോത്സവത്തിൽ ജനങ്ങൾ ഏറെ ആവേശത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആധുനിക കാലത്ത് രാജ്യത്തെ ഏറ്റവും മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ സർദാർ പട്ടേൽ നൽകിയ സംഭാവനകൾക്ക് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികം ഈ മാസം 31-ന് രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. सरदार पटेल आधुनिक काल में राष्ट्र की सबसे महान विभूतियों में से एक रहे हैं। उनके विराट व्यक्तित्व में अनेक गुण एक साथ समाहित थे। खेड़ा सत्याग्रह से लेकर बोरसद सत्याग्रह तक अनेक आंदोलनों में उनके योगदान को आज भी याद किया जाता है। सरदार पटेल ने भारत के ब्यूरोक्रेटिक फ्रेमवर्क की एक मजबूत नींव भी रखी। देश की एकता और अखंडता के लिए उन्होंने अद्वितीय प्रयास किए. ശുചിത്വം, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള നിരവധി പ്രചോദനാത്മക സംഭവങ്ങളും പ്രധാനമന്ത്രി ഇത്തവണ മൻ കി ബാത്തിൽ പങ്കുവച്ചു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ പ്രവർത്തിക്കുന്ന ഗാർബേജ് കഫേകൾ, ബംഗളൂരുവിൽ തടാകങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നടത്തുന്ന ക്യാമ്പയിൻ, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിന് ഗുജറാത്ത് വനംവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. മൻ കി ബാത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകമെമ്പാടും ഇന്ത്യൻ കാപ്പിയുടെ പ്രചാരം വർദ്ധിച്ചുവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ പുലാനി, ഷെവ്രോയ്, നീലഗിരി, അണ്ണാമലൈ മേഖലകളായാലും കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ബിലഗിരി മേഖലയായാലും കേരളത്തിലെ വയനാട്, തിരുവിതാംകൂർ, മലബാർ പ്രദേശങ്ങളായാലും ഇന്ത്യൻ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. दुनिया भर में भारत की कॉफी बहुत लोकप्रिय हो रही है। चाहे कर्नाटका में चिकमंगलूर, कुर्ग, तमिलनाडु में पुलनी, शेवरॉय, नीलगिरी या फिर केरला में वायनाड, त्रावणकोर और मालाबार के इलाके, भारत की कॉफी की डाइवर्सिटी देखते ही बनती है. तभी तो कॉफी को पसंद करने वाले कहते हैं, इंडियाज कॉफी इज कॉफी एट इट्स फाइनेस्ट. इट इज ब्रूड इन इंडिया and loved by the world. രാജ്യത്തെ തദ്ദേശീയ ഇനം നായകളെ ദത്തെടുത്ത് പരിശീലനം നൽകുന്നതിൽ സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BSFും CRPFും സ്ക്വാഡുകളിൽ തദ്ദേശീയ ഇനം നായകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ പട്രോളിംഗിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും പരിശീലനം ലഭിച്ച നായകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ വരികളിൽ വിവരിക്കുന്ന ഓജസ്സും തേജസ്സുമുള്ള രാജ്യത്തെ കെട്ടിപ്പടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. നവംബർ 7-ന് വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. #വന്ദേമാതരം 150 എന്നതിനൊപ്പം നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
वंदे मातरम, इस एक शब्द में कितने ही भाव है, कितनी ऊर्जाएं हैं। सहज भाव में ये हमें माँ भारती के वात्सल्य का अनुभव कराता है। अगर कठिनाई का समय होता है तो वंदे मातरम का उद्घोष 140 करोड़ भारतीयों को एकता की ऊर्जा से भर देता है। वंदे मातरम भले ही 19वीं शताब्दी में लिखा गया था, लेकिन इसकी भावना भारत की हजारों वर्ष पुरानी अमर चेतना से जुड़ी थी। സമൂഹ മാധ്യമത്തിന്റെ ലോകം സംസ്കൃത ഭാഷയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിരവധി യുവാക്കൾ സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ള റീലുകൾ തയ്യാറാക്കുകയും സമൂഹ മാധ്യമം വഴി സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം പരാമർശിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനമായി അടുത്ത മാസം 15-ന് ഗോത്ര അഭിമാന ദിനം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 127ാം പതിപ്പ് ഉപസംഹരിച്ചത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടി ബിർസ മുണ്ട നടത്തിയ പ്രവർത്തനങ്ങൾ അതുല്യമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടക്കുന്ന 22ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിർച്വലായി പങ്കെടുക്കും. സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങളെക്കുറിച്ച് ചർച്ച നടക്കും. നാളെ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരം ഉറപ്പാക്കുന്ന അനുപൂരക പോഷക പദ്ധതിക്ക് 93.4 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ പ്രധാന ഭാഗമാണിത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തൃശൂരിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് മറ്റന്നാൾ വരെയും ലക്ഷദ്വീപ്, കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലി കൂമ്പൻപാറ ലക്ഷംവീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. ബിജുവാണ് മരിച്ചത്. സംസ്കാരം ഇന്നുച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ സന്ധ്യയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തര മലബാർ വീണ്ടും തെയ്യാട്ടങ്ങൾക്ക് വേദിയാകുന്നു. ഉറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വാദ്യമേളങ്ങളും കൊണ്ട് ഇനി കാവുകൾ മുഖരിതമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തുലാം 10 ഇന്ന് കണ്ണൂർ കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ ക്ഷേത്രത്തിലെ പുത്തിരി അടിയന്തരത്തോടെയാണ് തെയ്യക്കാലത്തിന് തുടക്കമാകുന്നത്. വ്യത്യസ്തമായ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന കാവുകൾ കണ്ണൂരിലുണ്ട്. ഇനി 9 മാസക്കാലം വൈവിധ്യമാർന്ന ആഘോഷങ്ങളും ആചാരങ്ങളും കൊണ്ട് കാവുകൾ സമ്പന്നമാകും. ഓരോ കാവുകളിലെയും തെയ്യം തിറ മഹോത്സവം ഒരു ദേശത്തിന്റെ മുഴുവൻ കൂട്ടായ്മയുടെ കഥ കൂടി പറയുന്നതാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ആഘോഷമാണ് ഓരോ തെയ്യാട്ടക്കാലവും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. 1491 പോയിന്റുമായാണ് ആതിഥേയർ 1ാം സ്ഥാനത്ത് തുടരുന്നത്. തൃശൂർ 2ാമതും പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. മേളയിലെ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം കിരീടം നേടി. ഗെയിംസിലും തിരുവനന്തപുരമാണ് മുന്നിൽ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പിന്മാറാൻ സാധിക്കുമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഫണ്ട് ഒഴിവാക്കേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സർദാർ വല്ലഭായ് പട്ടേൽ നൽകിയ സംഭാവനകൾക്ക് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കാരം, പ്രകൃതി, സമൂഹം എന്നിവ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഛഠ് ഉത്സവമെന്നും മൻ കി ബാത്തിൽ പരാമർശം. ലോകമെമ്പാടും ഇന്ത്യൻ കാപ്പിയുടെ പ്രചാരം വർദ്ധിച്ചുവരുന്നതായി പ്രധാനമന്ത്രി. കേരളത്തിലെ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമെന്നും നരേന്ദ്രമോദി. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന തേജസ്സുള്ള രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഓരോ പൌരന്മാരും ശ്രമിക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. സംസ്ഥാനത്ത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള അനുപൂരക പോഷക പദ്ധതിക്ക് 93.4 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. ജലനിരപ്പ് ഉയരുന്നതിനാൽ അച്ചൻകോവിൽ നദിയിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ആധിപത്യം തുടരുന്നു. തൃശൂരും പാലക്കാടും 2ഉം 3ഉം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.